അല്ല ഇതാരാന്ന് മനസ്സിലായില്ലല്ലോ. നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാ. ഞങ്ങൾ യാദൃശികമായി ഇന്നലെ കണ്ടുമുട്ടിയതാ. എല്ലാം കൊണ്ടും പരാജയപ്പെട്ട ഒരാളാണ് ഞാൻ. എനിക്ക് കൈത്താങ്ങായിട്ടുള്ള ഒരാളാ ഇദ്ദേഹം. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല. എന്തെങ്കിലും ഏറ്റെടുക്കുക, പണി മേടിക്കുക, പണി മേടിക്കുക, പിന്നെ ഏറ്റെടുക്കുക. ഇതൊരു പുതിയ പണി. ഞാൻ എങ്ങനെയൊക്കെ ലൈഫ് ആസ്വദിച്ചോട്ടെ. ആസ്വദിച്ചോ? വയ്യാവേലുണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്കും കൂടി പണി ഉണ്ടാക്കണ. ഞാനൊരു ശല്യായി. ഏയ് നിങ്ങളല്ല, ഇവരുടെ സ്വഭാവം പറഞ്ഞതാ. എനിക്ക് കൂടുതൽ ആഗ്രഹമൊന്നുമില്ല. എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടന്നോളാം, ആർക്കും ശല്യാവില്ല. നാളെ നിങ്ങൾ ആശാൻ്റെ അടുത്തേക്ക് പോകണ്ടേ? അവിടെ പോയാൽ മതി, എല്ലാം ശരിയാവും. എൻ്റെ ആശാനെ, മൂക്കലേല മോമൻ ആശുപത്രി കിടന്നപ്പോഴേ നോക്കാനൊരാളും ഉണ്ടായിരുന്നില്ല. അങ്ങേരെ മോൻ ഗൾഫിൽ പോയി വന്നപ്പോൾ എന്തോരം ആൾക്കാരാണ് പിന്നാലെ നടക്കുന്നത്. അല്ല, നമുക്ക് വെറും പക്ഷേഭേദമാണല്ലോ. ഈ ഇങ്ങനെ പറഞ്ഞ് അനക്ക് പക്ഷാഘാതം വരും. എൻ്റെ ആശാനെ, 2 മിഠായി, ഒരു പെൻസില്. അല്ല, വീട്ടിൽ കുട്ടികളുള്ളതല്ലേ, എനിക്ക് പരാതിയൊന്നുമില്ല കേട്ടാ. നമുക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ആശാനെ, ആ രഘുവാണല്ലോ. എന്താ ആവശ്യമുണ്ടല്ലോ? നല്ല മനുഷ്യന്മാരെ തിരിച്ചറിയാൻ സമയമെടുക്കുന്ന ആശം പറയാറില്ലേ? ഇതതുപോലത്തെ ഒരാളാ. എന്ത് പണിയെടുക്കാനും തയ്യാറാണ്. 100% വിശ്വസിക്കും. ആശ മൂപ്പരെ കൈവിടരുത്. എന്തെങ്കിലും പണി മതി. എനിക്ക് ആരുമില്ല. ചോരും നീരും ഊറ്റിയെടുത്ത് വിടണവരാ ആശാനെ എല്ലാവരും. കഴിക്കാൻ എന്തെങ്കിലും, ചുരുണ്ടുകൂടി കിടക്കാനൊരു സ്ഥലം, അത് മതി. എന്നെ ഒഴിവാക്കരുത്. എന്തോ ഒരു വശപ്പശക്കുണ്ട്. നീ പറഞ്ഞു വരുന്നത് രഘു എന്തോ വെച്ചിട്ടുണ്ട്. എത്ര ലാഭം എന്നറിയോ? വല്ലതും ചിന്തിക്കാറുണ്ടോ? നമ്മളെന്തിനാ അതൊക്കെ അറിയാൻ പോണു? നമുക്ക് പണിയെടുത്ത് കാശ് കിട്ടിയ പോരെ. ഭയ ഞെട്ടും. ഇരട്ടിയുടെ ഇരട്ടി ലാഭാ. ഞാനിതൊക്കെ പഠിച്ചു. 3 സ്ഥാപനം, ഒരു വർഷം 20 ലക്ഷം ടേൺ ഓവർ. ആശാനെ, നിങ്ങളിപ്പോഴും കിട്ടണ കാശ് ഈ പഴയ പണിക്കാർക്ക് വീതിച്ചു കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, എനിക്ക് വലിയ അഭിപ്രായമില്ല കേട്ടാ. എനിക്ക് കിട്ടാത്തോണ്ടൊന്നുമില്ല കേട്ടാ. ഇവരൊന്നും അത്ര നന്ദിയുള്ളവരല്ലാന്നേ. പിന്നെ ആശാനെ എനിക്ക് മുന്നേ പരിചയമുണ്ട്. നെന്മാറയിലെ റാവത്തര സോഡ കമ്പനി നോക്കാൻ വന്നില്ലേ? അന്ന് വഴി കാണിച്ചത് ഞാനത് പറയണ്ട. ആശാനെ, എനിക്കൊരു 500. ഞാനതിന് മുന്നേ ചോദിച്ചിട്ടില്ലല്ലോ. എനിക്ക് വേണം. അതേ, പെട്ടെന്ന് എനിക്ക് തിരിച്ചു തരണം. പറയാൻ പറ്റില്ല. എന്നോട് മാത്രം പക്ഷാഭേദം. ഇന്നലെ 150 രൂപയ്ക്ക് കണക്ക് പറഞ്ഞ, അല്ലെങ്കിലും
എല്ലായിടത്തും എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെയാ. അനക്ക് വല്ലതും മനസ്സിലായ? അവനെ ചോരയുടെ ചൂടുണ്ടായിരുന്നു. ചൂടുണ്ടായിരുന്നു. ആ ചൂരുണ്ടായിരുന്നു, നല്ല ചൂടുള്ള ചോരയുടെ ചൂര്. മൂക്കാൻ ചാത്തനാ. ഞാൻ കഴിച്ചു, ഇനി നിങ്ങളുടെ കൂടെ കഴിച്ചു. ഞാൻ അങ്ങോട്ട് വരണോ അതോ നിങ്ങൾ ഇങ്ങോട്ട് വരണോ? ആശാനെ അടുക്ക ആശാനെ. ആശാന ഓർമ്മയുണ്ടോ? ഓർമ്മയില് ഞാൻ പറഞ്ഞത് ആശാനെ, ഈ മൂക്കൻ ചാത്തന്റെ മനസ്സിലേ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എനിക്കറിയാം, മുഴുവനറിയാം. അന്നത്തെ രാത്രി ഇന്നലെ കഴിഞ്ഞ പോലെയാ. പണ്ട് ഇവിടെ പണിക്ക് ഇരുന്നൊരു തമിഴ് ആശാനെ ഒന്ന് തൊട്ടു, പിന്നെ അവനെ അവിടെ ആരും കണ്ടിട്ടില്ല. ധാരായത്തിൻ്റെ അല്ല, ചോരയുടെ. ഉണ്ടാവും, ഇനി ഇല്ല. അല്ലെങ്കിൽ എനിക്ക് വേണ്ടി അവൻ ചിലപ്പോൾ കിട്ടും. ഈ ചങ്ങായി ഒരു പാവ. അയാളുടെ കഴിവുകൊണ്ടൊന്നല്ല ഇതൊക്കെ ഉണ്ടായത്. നമ്മുടെ അധ്വാനം, വയർപ്പ്. ഇവിടെ നല്ല ഭക്ഷണം കഴിക്കണ്ട, കിടക്കൊരു സ്ഥലം പോലും വൃത്തിയുള്ളതില്ല. ആശാന നെന്മാറയിൽ വെച്ച് കണ്ട പരിചയത്തില ഞാൻ ഇവിടെ എത്തിയതേ. സോഡ അടിക്കാൻ പഠിപ്പിച്ച് നിങ്ങളാ. അതുകൊണ്ട് പറയാ, ഞാനൊരു പുതിയ കമ്പനി തുടങ്ങാൻ പോവാ. സ്ഥലത്തിന് അഡ്വാൻസും കൊടുത്തു. നമ്മുടെ ആശാന്റെ നേരുള്ള സ്ഥലം. ഈ പഠിക്കില് ഇനി ഇമ്മളൊരു കള്ളൂടി ഉണ്ടാവില്ല കേട്ടാ. ആളായിട്ട് ഞാൻ വലിയ ബന്ധമില്ല, നിങ്ങളോട് മാത്രമായിട്ട് പറയുക. എന്തെങ്കിലും ആവശ്യം വന്നാ പറയാൻ മടിക്കണ്ട, സഹായിക്കാൻ മനസ്സുള്ള ഒരാളാ. ചങ്ങായേ, നിനക്കിപ്പോ ഈ മയറിനെ കൊല്ലാൻ തോന്നുന്നുണ്ട? നിനക്ക് പേടിയുണ്ടാവും, പക്ഷേ എനിക്കതിലട്ടാ. അയ്യോ, വിടടാ.
നിനക്കും ആശാനും വേണ്ടി ഞാനത് ചെയ്തിട്ട് നീ മാപ്പ് സാക്ഷിയായി രക്ഷപ്പെട്ടുള്ളടാ തെണ്ടി. നിന്നാലോചിച്ചിട്ടല്ല, നിന്റെ കുഞ്ഞു മക്കളെ ആലോചിച്ചിട്ടാ. ജീവിച്ചോടാ പട്ടി.